പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പുലർച്ചെ മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച അനന്തകാരുണ്യത്തിനോടുമായ കർത്താവെ, ഞാനങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ വചനത്തിലൂടെ നീ ഞങ്ങളെ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചു. ഇസഡോർ എന്ന പുണ്യവാൻ അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ചതുപോലെ ഞങ്ങളും ജീവിക്കുവാനായി ദൈവകൃപ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം നിങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരണമെന്ന് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ആത്മാവിൻ്റെ നിറവിനാൽ ജ്വലിപ്പിച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണ, നിൻ്റെ സ്നേഹം, നിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് അനുഭവപ്പെടുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും നിൻ്റെ കൃപകളാൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഇന്നേ ദിനത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്നേ ദിനത്തിൽ നിൻ്റെ സാമീപ്യം, നിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വചനത്താൽ നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കപ്പെട്ടു. വചനത്താൽ നിങ്ങളെ ഓരോരുത്തരും ആത്മാവിനാൽ നിറച്ചു. വചനത്താൽ നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്ന് മോചിച്ചു എന്ന ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് ദുഷ്ടനിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന വചനഭാഗം ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയെ ഓർത്ത് നന്ദി പറയും. പിതാവിനെ മഹത്വപ്പെടുത്തിയ പുത്രൻ ആവശ്യപ്പെടുന്നു, എനിക്ക് നീ തന്നവരെ നിൻ്റെ മഹത്വത്തിനായി ഞാനിതാ സമർപ്പിക്കും. ഞാനിപ്പോൾ നിൻ്റെ പക്കലേക്ക് വരുമ്പോൾ നീ എനിക്ക് തന്നവരെ എല്ലാ തിന്മയിൽ നിന്നും മോചിക്കണമേ. കാരണം അവർ ലോകത്തിൻ്റേതല്ല. ലോകത്തിൻ്റേതായിരുന്നെങ്കിൽ അവരെ സ്വീകരിക്കുമായിരുന്നു. എന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അവരോരോരുത്തരും നിനക്ക് വേണ്ടി നേടിയെടുക്കപ്പെട്ടവരാണ്, നിനക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. അവരുടെ സഹനത്തിൽ നിന്ന് മാറ്റണമെന്നല്ല, സഹിക്കുവാനുള്ള കൃപ നൽകണമെന്നും ആത്മശക്തി നൽകണമെന്നും കൃപകളാൽ ശക്തിപ്പെടുത്തി അവരെ ഓരോരുത്തരെയും നയിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഞങ്ങളെ ഇന്ന് ഓർമ്മിപ്പിച്ചത്. കാരുണ്യവാനായ കർത്താവേ, ഇതാ ഈ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവേ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ നിൻ്റെ ചൈതന്യത്തിൽ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെട്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.